എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, ഒരുപാട് പേരുടെ പ്രശ്നമാണ് മുടി. വെളുത്ത മുടി കറക്കുന്നില്ല. വെളുത്ത മുടി നാച്ചുറലായിട്ട് കറുപ്പിക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളാണുള്ളത്? അപ്പോൾ അതിനായിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നാച്ചുറൽ ഹെയർ ഡൈ, പെട്ടെന്ന് തന്നെ തേച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഹെയർ ഡൈകൾ, ഹെന്ന പായ്ക്കുകൾ, ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വെളുത്ത മുടി കറുപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നാച്ചുറൽ ഹെന്നയാണ്. ഈ ഒരു ഒറ്റ പൗഡർ മാത്രം മതി നമ്മുടെ വെളുത്ത മുടി കറുപ്പിക്കാനായിട്ട്. അപ്പം നല്ല റിസൾട്ടാണെന്നാണ്. അപ്പോൾ ഈ ഒരു ഹെന്ന നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേനും, ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരാൾ ഷെയർ ചെയ്ത് തന്നാണ്, യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത നാച്ചുറൽ ഹെന്നയാണ്. പിന്നെ എന്നുവെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മുടി പൊട്ടിപ്പോകുന്നതിനും ഹെയർ ഫോൾസിനും ഡാൻഡ്രഫിനും മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഹെന്ന പൗഡറാണ്. അതിൻ്റെ പുറത്ത് തന്നെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുവാണ്. എനിക്ക് വെളുത്ത മുടി ഇല്ല കറുപ്പിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നെങ്കിൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മാസത്തിന് നമുക്ക് പിന്നെ തലമുടി വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിടിക്കുവാണെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ? നമ്മൾ ഓരോരുത്തരൊക്കെ കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങളല്ലേ ഉണ്ടാകുന്നത്. ഡൈ അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ചിലവർക്ക് പിന്നെ ഡൈ അലർജി ഉള്ള ഹെന്ന, അതായത് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം മൂക്കിൻ്റെ അവിടെ നീര് വെക്കുന്നു, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെന്നാപ്പായ്ക്ക് ഉപകാരമാകുമെങ്കിൽ ഉപകാരമായിക്കോട്ടെ. അപ്പോൾ ചിലവരുടെ ഹെയറിന് ഒന്നും പിടിക്കത്തില്ല. ചിലർക്ക് മൈലാഞ്ചിപ്പൊടി പിടിക്കത്തില്ല, അതുപോലെ തന്നെ തുളസിയില പിടിക്കത്തില്ല, പനിക്കൂർക്കയില പിടിക്കത്തില്ല, തണുപ്പ് കാര്യങ്ങൾ, ഹെന്നയൊന്നും ഇടത്തില്ല. അപ്പം ഹെന്ന പൗഡറും അതുപോലെ തന്നെ നീലയമരിപ്പൊടി, അങ്ങനെ ഓരോ കാര്യങ്ങൾ അലർജി ഉള്ളവർ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലായിട്ട് ഞാൻ ഹെയർ ഡൈ ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു. അപ്പോൾ അത് വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്യുന്ന സാധനം. അപ്പോൾ അത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൽക്കാലമായിട്ട് തേച്ചുകൊണ്ട് പോകാം. 2-3 ദിവസമൊക്കെ തലയിൽ നിൽക്കും. വാഷ് ചെയ്താലും തലയിലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പോകാം. ഇപ്പം ബ്ലാക്ക് കളറാണ് കിട്ടുന്നതെന്നാണ് ആ ഹെന്നയിൽ എഴുതിയേക്കുന്നത്. പറഞ്ഞ ആളും അത്യാവശ്യം ബ്ലാക്ക് കളർ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് കട്ട ബ്ലാക്ക് അല്ല, നാച്ചുറൽ ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ആ ഒരു ഹെന്ന പൗഡർ ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഷമാം നിഖാർ എന്ന് പറഞ്ഞ ഒരു ഹെയർ ഹെന്നയാണ് കേട്ടോ. ഷമാം നിഖാർ എന്ന് പറഞ്ഞൊരു ഹെന്നയാണ്. അപ്പോൾ ഇത് ഷമാം നിഖാർ മെഹന്തി ഹെയർ ഹെന്ന ബ്ലാക്ക് കളർ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, മറ്റേ നെല്ലിക്കായും അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെന്ന പൗഡറും അങ്ങനെ എല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പം നെല്ലിക്ക പൗഡറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നെല്ലിക്കയൊക്കെ അറിയാമല്ലോ. മുടി വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടി നല്ലതാണ്. അതുപോലെ തന്നെ പ്യുവർ ഹെന്നയാണെന്നാണ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, മുടി പൊട്ടിപ്പോകുന്നതിനും മുടി ഷൈനിങ് ആയിട്ട് സിൽക്കി ആയിട്ടും കിടക്കുമെന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ ഹെന്നയാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി, ഒത്തിരി നേരം ഒന്നും മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. എത്ര നേരം മിക്സ് ചെയ്ത് വെക്കേണ്ടതെന്നും അതുപോലെ തന്നെ എത്ര നേരം കഴിഞ്ഞ് എടുക്കണം എന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, നിങ്ങളുടെ സന്തോഷപൂർവ്വമുള്ള ഒരു ലൈക്കാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടല്ലേ. നമുക്ക് അതുപോലെ തന്നെ ഡെയിലി ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് എന്താ പറയുക, കവിള് തുടുക്കാനുള്ള മസാജും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ മസാജ് ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കുരുക്കൾ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ മസാജൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുരുക്കൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്ന ഹെന്ന പൗഡറും. ചിലവരുടെ ആ ഒരു ഹെയറിന് സ്കിന്ന് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് സ്കാൾപ്പിൽ ഓരോന്ന് തേക്കുമ്പോൾ ചിലർ ചൊറിച്ചിലുണ്ടാകും, അലർജി ഉണ്ടാകും. അതുപോലെ തന്നെ എന്താ പറയുക, തണുപ്പ് പിടിക്കാത്തവരുണ്ടാകും. അലർജി അസുഖങ്ങളുള്ളവരൊക്കെ തണുപ്പ് പിടിക്കത്തില്ല. അങ്ങനെയുള്ളവരൊക്കെ ഇത് ഒഴിവാക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെന്നാപ്പായ്ക്ക് മിക്സ് ചെയ്ത് തലയിലിട്ട് കാണിക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ എനിക്ക് നരച്ച മുടി ഇല്ല കാണിക്കാനായിട്ട്. എങ്കിലും ഞാൻ ഓൾറെഡി നരച്ച മുടി കറുത്തായിട്ട് കണ്ടില്ലേലും
കറുത്ത മുടി ഇടുമ്പോൾ കറുത്തായിട്ടല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയല്ലേ നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടോ, ചില ഹെന്ന പൗഡർ തേക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകും, മുടി കൊഴിച്ചിലുണ്ടാവും, പിന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണോ എന്ന് അറിയാൻ പറ്റുമല്ലോ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ, നിങ്ങളുടെ മുടി പൊട്ടിപ്പോകുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ സൂപ്പറല്ലേ, നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ടല്ലോ, നല്ല ഹെയറൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും മുടി പൊഴിച്ചിട്ട് തടയുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ലതല്ലേ. അപ്പോൾ ഇതിടുമ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാനത് തലയിലിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും കാണണ്ടേ. വാ. പിന്നെ എനിക്കൊരാൾ അയച്ചു തന്നതാണ് കേട്ടോ, ഒരു പുള്ളിക്കാരി. അപ്പോൾ ഷമാം നിക്കാറിൻ്റെ ഞാൻ കളർ ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട്. കളർ ഹെന്ന, ഷമാം നിക്കാറിൻ്റെ കളർ ഹെന്ന ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരുപാട് പേർക്ക് ഷമാം നിക്കാറിൻ്റെ കളർ ഹെന്ന അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേരുടെ മുടി നന്നായിട്ട് കറുത്തെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വെളുത്ത മുടി ഇല്ലാത്തതിൻ്റെ ഒരു ഐഡിയ ഇല്ല, എങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതിപ്പം ബ്ലാക്ക് കളർ ആവുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാനിത് പൊട്ടിച്ചൊന്നും നോക്കിയില്ല, അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാവേ. കാരണം ഡൈ അലർജി മൂലം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടല്ലേ. അത് വളരെ ചെറിയൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും ഞാൻ എൻ്റെ മുടിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മുടിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പം നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ടിടാം. സിമ്പിളായിട്ട് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ കാര്യമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇതിനകത്താണ് ഹെന്ന മിക്സൊക്കെ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ്. ഇത് വെറും വേണ്ടോ, മെഹന്തി ആംല പൗഡറും നെല്ലിക്കായും അങ്ങനെ കുറേ നെല്ലിക്കാപ്പൊടിയും ഒക്കെ ചേർന്നതാണ് കേട്ടോ. നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർന്നതാണ്. നെല്ലിക്കയുടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോടെ, നെല്ലിക്കയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെഹന്തി പൗഡറും നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഉണ്ട് കേട്ടോ. എൻ്റെ മുടിയെ ഫുള്ളൊന്നും തേക്കാനില്ല, എന്നാലും ഞാൻ ഫ്രണ്ടിൽ ആ ഒരു പോർഷനിൽ ക്രൗൺ ഏരിയയിൽ ഞാൻ തേച്ച് കാണിക്കാം. അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ തന്നെ തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തേച്ച് തന്നെ കാണിക്കും. അപ്പോൾ എൻ്റെ മുടി തേച്ച് കഴിയുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലേ. സാധാരണ ഹെന്നയൊക്കെ തേക്കുമ്പം മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ കുളിക്കുമ്പം തന്നെ നല്ലതായിട്ട് മുടി ഊരും. അപ്പോൾ നമുക്കറിയാമല്ലോ കഴുകുമ്പോൾ എങ്ങനെ റിസൾട്ടെന്നൊക്കെ. നമ്മൾ വെള്ളം ഒഴിച്ചാണ് കുഴക്കേണ്ടത്, വെറും വെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം കൂടിപ്പോവും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഹെന്ന മിക്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഹെന്ന പൗഡറിൻ്റെ മണം തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഇത് നമ്മൾ കലക്കുമ്പോൾ ഒരു കറുപ്പ് കളറാണ് വരുന്നത് കേട്ടോ. മിക്സ് ചെയ്യുമ്പം തന്നെ അത്യാവശ്യം കട്ടക്കറുപ്പൊന്നുമല്ല, എന്നാലും ഒരു നാച്ചുറൽ കറുപ്പ് കിട്ടുന്നുണ്ട്. നാച്ചുറൽ കറുപ്പ് കളറ്. ഇത്രയും കട്ടക്കറുപ്പല്ല, എന്നാലും ഒരു ബ്ലാക്ക്, ഏകദേശം ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് അവിടെ നിന്ന് മൂടി വെക്കാം. അപ്പം ഞാനിപ്പോൾ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ശരിക്കും ഒരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട ബ്ലാക്ക് അല്ല, എന്നാലും ഒരു നാച്ചുറൽ കളർ, ബ്ലാക്ക് കളർ. നമുക്ക് സാധാരണ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഒരു കളറല്ല, കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വെളുത്ത മുടിയിൽ ഇടുമ്പത്തിനും പിടിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ തലയിൽ തേക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ അലർജിയോ ഉണ്ടാകുന്നുണ്ടോ നോക്കാം. എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെൻസിറ്റീവ് സ്കിന്നാണല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഷാമ്പൂ ചെയ്ത ഹെയറിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്ത ഹെയറാണ്, അതുപോലെ തന്നെ നല്ലതായിട്ട് കോമ്പ് ചെയ്യുക. നല്ല ജടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ചെയ്ത് നല്ലപോലെ ആക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ തലമുടിയിലോട്ട് പുരട്ടാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുടിയിൽ മൊത്തം പുരട്ടാനൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുരട്ടി കാണിക്കുവാണ്. അപ്പോൾ ഇത് ബ്രഷ് വെച്ച് തേക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൈ വെച്ച് തേക്കുവാണ്. ഇത് കേട്ടോ, ഒരു നാച്ചുറൽ ബ്ലാക്ക് കളർ, ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം നമുക്കിനി തലയിലോട്ട് തേച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് തേക്കുമ്പോൾ എന്താണെന്നറിയാം, തലയിൽ ഇച്ചിങ്ങോ കാര്യങ്ങളോ എന്താ പറയുക, പിന്നെ ചൊറിച്ചിലുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കെമിക്കൽ ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം.
കെമിക്കൽ ചേർന്നിട്ടുള്ള എണ്ണ ആണെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ നമ്മുടെ സ്കാൾപ്പൊക്കെ ചൊറിയും കേട്ടോ. അപ്പം കറുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാലും വെളുത്ത മുടിയെ തേച്ച് നോക്കുമ്പോൾ കറക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഞാൻ തലയിലെല്ലാം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താ പറയുക, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പം ഞാൻ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് പറയാം. ഇതിനെന്തെങ്കിലും ചൊറിച്ചിലോ ഇച്ചിങ്ങോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ സ്കാൾപ്പിൽ അനുഭവപ്പെടുന്നുണ്ടോ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ 1 മണിക്കൂർ വെക്കും. അഥവാ എനിക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ കൂടുവോ അലർജി വല്ലതും ചൊറിച്ചിൽ കൂടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകിക്കളഞ്ഞിട്ട് നിങ്ങളോട് അന്നേരം ഒന്ന് പറയും, നിങ്ങൾ ഉപയോഗിക്കേണ്ടതേ പറയത്തുള്ളൂ. അഥവാ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇത് തലയത്തേക്കും വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പം ഞാനൊന്ന് നോക്കട്ടെ, തലയിൽ വെച്ചേക്കുകയാണ്. അപ്പം ഇത് ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം എനിക്ക് അയച്ചു തന്ന ആൾക്കാരുടെ പോലെയല്ല സ്കിന്നല്ലല്ലോ എൻ്റേത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും, എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ആ സമയം പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്കൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് ഇനി ഞാൻ വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ, ഞാൻ കഴുകിയിട്ട് വന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞേ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി വെച്ചിട്ട് അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മൊത്തം ഇട്ടല്ലോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഇച്ചിങ് ഒന്നും ഇല്ല. പക്ഷേ തലയിലൊരു സ്കാൾപ്പിലൊരു പുകച്ചിൽ പോലെ എനിക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പുകച്ചിൽ. സാധാരണ ഞാൻ ഇവിടെ എല്ലാ ഹെന്നായി നിങ്ങളെ ഹെന്ന പൗഡർ കാണിക്കുന്നതാണ്. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു എന്താ പറയുക, ഒരു പുകച്ചിലൊന്നും പോലെ ഇല്ല. പക്ഷേ എനിക്കിത് ചെറുതായിട്ട് പിന്നെ സ്കാൾപ്പ് ചെറിയൊരു ബേണിങ് തോന്നിക്കുന്നുണ്ട്. ചെറിയൊരു പുകച്ചിൽ പോലെ. നമ്മൾ മുളകൊക്കെ അരച്ച് വരട്ടുമ്പോൾ ഒരു ചെറിയൊരു എരിവ് പോലെ ഒരു പുകച്ചിൽ തോന്നിക്കത്തില്ല, അതേമാതിരി ഒരു പുകച്ചിൽ തലയിൽ തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് അധികം നേരം വെക്കുന്നില്ല. ഇനി ഇപ്പം തന്നെ കഴുകിക്കളയാണ്. കാരണം എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഹെന്നയ്ക്ക്. പിന്നെന്താ പറയുക, ഞാൻ കഴുകി കളഞ്ഞിട്ട് എന്തായാലും ബാക്കി വന്നിട്ട് പറയാം. ഇതിൻ്റെ കാര്യം എന്നാന്നൊക്കെ ഞാൻ കഴുകി കളഞ്ഞിട്ട് വന്നിട്ട് പറയാം. അപ്പം ഞാൻ പോയി വേഗം കഴുകിയിട്ട് വരട്ടെ. ഞാൻ തല വേഗം പോയി കഴുകി ഷാമ്പു ഇട്ട് തന്നെ തല കഴുകി. കാരണം ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു ബേണിങ്, ഒരു ചെറിയൊരു പുകച്ചിലുണ്ട്, തലയിൽ സ്കാൾപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയായിപ്പോൾ, ഇനി വല്ലതും പറ്റിപ്പോയാലോ അലർജി വല്ലോ കൂടി വല്ലതും പ്രശ്നമായാലോ. അപ്പം ചെറിയൊരു ബേണിങ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഇതിനകത്ത് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെയായിട്ടും ഒരു കെമിക്കൽ സാധനം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് തലയിൽ തേച്ച് നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. തേച്ചിട്ട് പിന്നെ മുടിക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ അല്ലേ, അപ്പോൾ നാച്ചുറൽ ഹെന്ന ആണെന്നൊക്കെ അതിനകത്ത് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഈ ഷമാം നിക്കാറിൻ്റെ പിന്നെ റെഡ് ഹെന്നയുണ്ട്, അതായത് കളർ ഹെന്നയുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. അത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ മുടി പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് തുമ്പത്തൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും, ഒരു ബർഗണ്ടി കളർ വരും അത് ഇട്ടാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് യാതൊരു പ്രശ്നവുമില്ല. അത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേനാണ് വേറൊരു പുള്ളിക്കാരി മുഖേന ഈ ഒരു ഹെന്ന നല്ലതാണ്, ഞങ്ങളുടെ മുടിയൊക്കെ ബ്ലാക്ക് കളറായി, വെളുത്ത മുടി ബ്ലാക്ക് കളറായി എന്നും പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഒരു കാര്യം പറയാം, ഇത് വെളുത്ത മുടി കളറാവും, ബ്ലാക്ക് കളറാവും. ഇതിനകത്ത് കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്, ഉറപ്പാണത്. അതുകൊണ്ടാണ് നമ്മുടെ തലയിൽ കാരണം ഇത് നമുക്ക് യാതൊരു കെമിക്കലും യൂസ് ചെയ്യാത്ത മുടിക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാകും. ഇത് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ചൊറിച്ചിലോ ഇച്ചിങ്ങോ ഒരു ബേണിംഗ് ഒക്കെ വരും. അപ്പോൾ എനിക്കത് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. നമ്മൾ ഹെന്ന പൗഡർ ഇട്ടിട്ട് 2ാമത് ഇൻഡിഗോ പൗഡർ ഇട്ടിട്ട് തലയിലിട്ടിട്ട് പോയാലും ഇതുപോലത്തെ ഹെന്ന മേടിച്ച് ഉപയോഗിക്കരുത്. ഇത് നാച്ചുറലാണ്, കുഴപ്പമൊന്നുമില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഹെയർ ഫോൾസിനും ഡാൻഡ്രഫിനും ഒക്കെ നല്ലതാണ്. പക്ഷേ മുടിയൊന്നും ഞാൻ അത്ര നേരം വെച്ചില്ലല്ലോ. ഞാൻ ആകെ ഒരു 10-15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തായാലും മുടി കറക്കുമെന്നുള്ളൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, എൻ്റെ നഖമെല്ലാം കറുത്തിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണല്ലോ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെയൊക്കെ കറുപ്പ് നിറവും ഈ കയ്യിലൊക്കെ കാണാമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, കറുപ്പ് കണ്ടോ, കൈയുടെ നഖത്തിന് കറുപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കറുപ്പ് പോലെ വന്നിട്ടുണ്ട് നഖത്തിനെല്ലാം. നഖത്തിൻ്റെ അറ്റത്തൊക്കെ കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്, വെളുത്ത മുടി എന്തായാലും കറക്കും. നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇടണേ. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഉള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ഇടണം. കാരണം എനിക്ക് ബേണിംഗ് ഉണ്ടായി. ഇപ്പം തന്നെ തലയിൽ എന്തോ ചെറിയൊരു പുകച്ചിൽ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് ചെറിയതല്ല, കെമിക്കൽ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ആ ഒരു ഹെന്ന നഖത്തിലൊക്കെ വീണപ്പം കറുത്ത് വന്നത്. നഖമൊക്കെ കറുപ്പായി. അതിനകത്ത് എന്താണ്, മുടി കറക്കും, വെളുത്ത മുടി കറക്കും. പക്ഷേ അതിനകത്ത് അലർജിക്കുള്ള സംഭവങ്ങളുണ്ട്.
പിന്നെ എന്താ പറയുക കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട. നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ നോർമൽ ഹെന്ന മിക്സും അതുപോലെ തന്നെ കരിഞ്ജീരക മിക്സും അതുപോലെ തന്നെ എന്താ പറയുക ഹെന്ന പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ബീട്രൂട്ടിനകത്തൊക്കെ മിക്സ് ചെയ്ത് തലയിൽ തേക്കാനും പിന്നെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് തേച്ചിട്ടും ഒക്കെ നാച്ചുറലായിട്ട് കറുപ്പിച്ചാൽ മതി. ഇതുപോലത്തെ ഹെന്ന മേടിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെന്ന പൗഡർ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ. പക്ഷേ അത് അപ്പോൾ ഇതാരും വാങ്ങിച്ച് ഉപയോഗിക്കില്ലേ. എനിക്ക് തലയിൽ ചെറുതായിട്ട് പുകയുന്നുണ്ട്. അപ്പം ഇതുവരെയായിട്ട് ഞാനൊരു കെമിക്കലും എൻ്റെ തലയിൽ തേച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റി. അപ്പം എനിക്ക് അയച്ചു തന്നവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നാണ് പറഞ്ഞത്. അവരുടെ മുടി വെളുത്ത മുടി കറക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തലയിൽ തേച്ച് നോക്കിയത്. എന്തായാലും നമുക്ക് ചെറിയൊരു പുകച്ചിൽ തോന്നുമ്പം നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് മുടി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി, ഒരു പ്രശ്നവും കാണത്തില്ല. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് നന്നായിട്ട് എണ്ണ, അപ്പോൾ ഞാൻ മുറുക്കിയ എണ്ണയുണ്ട്, അത് തന്നെ ഞാൻ തേച്ചങ്ങ് പിടിപ്പിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് തലയിൽ തേച്ചാൽ മതി കേട്ടോ. തേച്ച് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ മണിക്കൂർ, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം, മുക്കാൽ മണിക്കൂറല്ല 10-20 മിനിറ്റ് കഴിയുമ്പം പിന്നെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പം ആരും ഉപയോഗിക്കേണ്ട. പണി കിട്ടി, അപ്പം നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു കാര്യവും ഞാൻ ഷെയർ ചെയ്യത്തില്ല. എനിക്ക് അനുഭവപ്പെട്ടത് കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേരം തന്നെ കഴുകി കളഞ്ഞല്ലോ. അപ്പോൾ ആരും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുന്നവർ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉള്ളവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വെളുത്ത മുടി കറുത്തുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇച്ചിങ്ങോ പുകച്ചിലോ ഉണ്ടെങ്കിലും ഉള്ളവരൊന്ന് പറയണേ. അപ്പം ഇത് അവർക്ക് നമ്മൾ പറയില്ല, ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.